ഹലോ ഗൈസ്, ഇന്ന് എഴുന്നേറ്റ് കുറച്ച് നേരം വൈകി. ഇന്ന് തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയ്ക്കാണ് ഫസ്റ്റ് ക്യാമറയും കൊണ്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ പൊണ്ടാട്ടി പണിയിലാണ്, അപ്പം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ആവട്ടെ, നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട്. അവിടെ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ടേബിളിലേക്ക് ഫുഡ് എത്തി. എന്തായാലും ആവട്ടെ, ഇന്നലത്തെ കുറച്ച് ബാലൻസ് ഫുഡ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഫിനിഷ് ആക്കാമെന്ന് പറഞ്ഞ് അതും ഇന്നത്തെ അപ്പം കൂടി എല്ലാവരും കൂടി കഴിച്ച് തീർത്ത്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അമ്മായിമ്മയും മരുമോളും തമ്മിൽ അവിടെ പൂക്കളിടായിരിക്കുന്നത് കണ്ടത്. എന്നാൽ ശരി, അവരുടെ കൂടെ കൂടാമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ കൂടെ കൂടി. അപ്പോൾ രണ്ടുപേരും മത്സരത്തിനോട് മത്സരം പൂ പറിച്ചിടുന്ന തിരക്കിലാണ് കേട്ടോ. ഞാനും കൂടി അവരുടെ കൂടെ. എൻ്റെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത്ര സ്പീഡിൽ വെട്ടാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല, ഇത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണെന്നാണ് വീഡിയോ. അപ്പോൾ അതും കഴിഞ്ഞ് പൂക്കളം ഇടാൻ തുടങ്ങി. അതിൻ്റെ വീഡിയോസ് ഞാൻ സ്റ്റാർട്ടിങ് മുതലുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് നമ്മളുടെ ഇനി ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഒരു പൂക്കളത്തിന് ഒരു ബോർഡർ ഇട്ടാൽ കൊള്ളാമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ശരി, ബോർഡർ ഇടാം, ഉള്ള പൂക്കൾ വെച്ച് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തന്നെ റോസ് ഇടുകയെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ജമന്തി ജമന്തി കുറച്ചും കൂടി ഇരിക്കണ്ടല്ലോ, അതുകൊണ്ട് മിക്സ് ചെയ്തിടാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തത്രപ്പാട്ടിലാണ് കേട്ടോ. എന്തോ സംഭവമൊക്കെ വെട്ടിക്കഴിഞ്ഞ് അവളെവിടെ പോയാവോ, അവളെ കാണാനില്ലല്ലോ. ഡയാനെ എവിടെ ഇടിയാ? ദേ എത്തി, അവളെ ഇടയ്ക്ക് മുങ്ങൽ എത്തിയാണേ. അവൾക്കാണ് പൂക്കളിടാണ്ട് ഇത്ര വലിയ ഇതായിരുന്നേ. ഇതേ അമ്മായിമ്മയും കൂടി ഓടി വന്നു. അവൾ വന്നാൽ പിന്നെ എൻ്റെ ബാക്കി അമ്മായിമ്മ വരുന്ന ഉറപ്പായിരുന്നു എനിക്ക്. എന്തായാലും ആവട്ടെ, ഇപ്പോൾ അവൾ ഹാപ്പി ഓണം എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. കുന്തിരത്തിൻ്റെ ഇല പൊട്ടിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു യൂസിലെത്തി. എന്നാലും അവൾ നല്ല ഭംഗിയായിട്ട് എഴുതുന്നുണ്ട് കേട്ടോ ഹാപ്പി ഓണമെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. ഞാൻ പറഞ്ഞ് മടുത്തു. ഞാൻ അവള് പറയും. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണല്ലോ, അത് കാരണമാണ് ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടത് കേട്ടോ. അല്ലെങ്കിൽ പൂക്കളിടണോണ്ടൊന്നും പപ്പയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഹിന്ദുക്കളാണ് പൂക്കളിടുക, അങ്ങനെയൊക്കെയാണ് പപ്പ പറയുക. അപ്പോൾ കല്യാണം കഴിഞ്ഞായിരുന്നു പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചാൽ പപ്പ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് പിന്നെ ക്ലീനിങ് പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം, ഞങ്ങളിട്ട പൂക്കളം ഇതാണ്. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അടുത്തത് സദ്യ കഴിക്കാനാണ് പോയത്. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു ഓണസദ്യ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് സദ്യ കഴിച്ചേ. ഞാനും ചേട്ടനും പപ്പയും അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ. ചേച്ചി ഉണ്ടായില്ല. ചേച്ചി പിന്നെ ചേട്ടൻ്റെ അവിടുത്തെ ഓണം കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വരാം. അപ്പോൾ അവരെത്തിയപ്പോൾ രാത്രിയായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓണസദ്യ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണസദ്യ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലത്തെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയായി. എൻ്റെ വീട്ടുകാർ കാരണം വെച്ചാൽ ഞങ്ങൾ വൈകിട്ട് അവിടെ ഓണം കൂടാന്നാ പറഞ്ഞിരുന്നത്. കാരണം ഉച്ചയ്ക്ക് ഞങ്ങളവിടെ കൂടിയിട്ട് പിന്നെ ഇവിടെ വീട്ടിൽ വൈകിട്ട് ആവുമ്പോൾ ചേച്ചിയൊക്കെ വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അത് കാരണം കൊണ്ട് നൈറ്റ് കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് വൈകിട്ട് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഉള്ള വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചേച്ചി ചേട്ടനൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം എല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ച് ഇപ്പം അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൂടി. അവിടെ ആരും ഉണ്ടായില്ല, പപ്പയും മമ്മി ഞങ്ങൾ തന്നെ ഉണ്ടായുള്ളൂ. പിന്നെ ചേച്ചി ചേട്ടൻ വരാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിരുന്നേ, പക്ഷെ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാന്ന് വെച്ച് വേഗം ഇറങ്ങി. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഓണൊക്കെ അല്ലേ, ഞങ്ങളുടെ ആദ്യത്തെ ഓണല്ലേ, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നേരത്തെ കഴിഞ്ഞത് അതുകൊണ്ടൊന്നല്ല. അതുകൊണ്ടല്ല, പിന്നെ അവരിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. വിളിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് ഞങ്ങള് മമ്മി കുറച്ച് നേരത്തെയാണ് വിളിച്ചത്. അപ്പൊ ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോ എൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ എൻ്റെ വീടെത്തിയപ്പോഴേക്കും അവരെല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഞങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങളപ്പോൾ അവിടെ എത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി, ചേട്ടൻ, ഉണ്ണി, പിന്നെ പപ്പനും അമ്മയും എല്ലാവർക്കും അറിയാമല്ലോ. ചേച്ചിക്ക് 2 മക്കളാണുള്ളത്. ഇത് താഴെയുള്ള മോനാണ്, ഇവൻ്റെ പേര് കുഞ്ഞൂസ് എന്നാണ്. ഇത് മൂത്തത്, ഇവൻ്റെ പേര് തക്കുടു എന്നാണ്. ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞ് നേരെ സദ്യ കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഗംഭീര സദ്യയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം മമ്മി തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പായസം മമ്മി വെച്ചു, പിന്നെ ഒരു പായസം ചേച്ചി വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്.
അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഓണസദ്യ കഴിക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടണത്. അപ്പോൾ അത് കാരണം ഫുഡ് അടി കഴിഞ്ഞ് പിന്നെ വർത്തമാനത്തിന് ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുറിക്കാനായിട്ട് മമ്മി കപ്പലണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ കപ്പലണ്ടി തിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റാ.